ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 22 ചൊവ്വാഴ്ച. ജനിതകമാറ്റം വന്ന കൊറോണ വൈറസിന്റെ വ്യാപനത്തിൽ ലോകത്ത് ആശങ്ക. ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസിന്റെ വ്യാപനം വേഗത്തിലാണെന്ന ബ്രിട്ടീഷ് ആരോഗ്യവകുപ്പ് സെക്രട്ടറി മാറ്റ് ഹാൻകോക്കിന്റെ വെളിപ്പെടുത്തലാണ് ലോകത്ത് ആശങ്ക വിതച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് UK-യിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് നിരോധനമേർപ്പെടുത്താൻ ലോകരാജ്യങ്ങളിലധികവും തീരുമാനിച്ചിരിക്കുകയാണ്. ബ്രിട്ടനിൽ അതിവേഗം പടരുന്ന കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് UK-യിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്ന് അർദ്ധരാത്രി മുതൽ ഡിസംബർ 31 അർദ്ധരാത്രി വരെയാണ് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത്. ബ്രിട്ടനിലെ കോവിഡ് സാഹചര്യങ്ങളെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തികൾ അടച്ചു. സൗദി അറേബ്യ, ഒമാൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങളാണ് നിലവിൽ അതിർത്തികൾ അടച്ചിട്ടുള്ളത്. ഇതേ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാനും ജോലിസ്ഥലങ്ങളിലേക്ക് പോകാനുമിരുന്ന മലയാളികളടക്കം നിരവധി പ്രവാസികൾ വിവിധയിടങ്ങളിൽ കുടുങ്ങി. വൈറസിന് പരിവർത്തനമുണ്ടാവുക എന്നത് സ്വാഭാവിക പ്രക്രിയയാണെന്നും ഇംഗ്ലണ്ടിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ പരിഭ്രാന്തിയുടെ ആവശ്യമില്ലെന്നും ICMR ഗവേഷണ കേന്ദ്രം വൈറോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ T. ജേക്കബ് ജോൺ അഭിപ്രായപ്പെട്ടു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ. രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത ദിവസങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് തയ്യാറാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയത്. SNDP കണിച്ചിക്കുളങ്ങര യൂണിയൻ സെക്രട്ടറിയായിരുന്ന KK മഹേശന്റെ ആത്മഹത്യയിൽ വെള്ളാപ്പള്ളി നടേശൻ, സഹായി KL അശോകൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. ആലപ്പുഴ ജുഡീഷ്യൽ കോടതിയാണ് നിർദ്ദേശം നൽകിയത്. മഹേശന്റെ ഭാര്യ ഉഷാദേവി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. പുതിയ കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഹാളിൽ ജയ് ശ്രീറാം വിളികളുമായി BJP പ്രവർത്തകർ. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാന വേളയിലെത്തിയപ്പോഴാണ് ജയ് ശ്രീറാം വിളികൾ ഉയർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ 2020യുടെ കിഴക്കമ്പലം, ഐക്കരനാട്, കുന്നത്തുനാട്, മഴുവന്നൂർ എന്നീ പഞ്ചായത്തുകളിലെല്ലാം അധ്യക്ഷസ്ഥാനത്ത് വനിതകൾ. വനിതകളെ മുൻനിർത്തിയുള്ള പുത്തൻ രാഷ്ട്രീയ നീക്കത്തിന് കൂടിയാണ് ഇതിലൂടെ 2020 തുടക്കമിടുന്നത്. കൊച്ചിയിലെ മാളിൽ യുവനടിയെ അപമാനിച്ച കേസിൽ അറസ്റ്റിലായ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ നടിയും കുടുംബവും പ്രതികൾക്ക് മാപ്പ് നൽകിയെങ്കിലും കേസ് നടപടി അവസാനിപ്പിക്കാനാകില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള പര്യടനം ഇന്ന് തുടങ്ങും. രാവിലെ കൊല്ലത്തും വൈകിട്ട് പത്തനംതിട്ടയിലുമാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. 3 മാസത്തിനപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം പ്രതിപക്ഷ നേതൃസ്ഥാനമെന്ന് മന്ത്രി EP ജയരാജൻ. ലീഗിനെ വിമർശിച്ചാൽ അതെങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരാകുമെന്ന് മനസ്സിലാകുന്നില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരിക്കെതിരെ ED കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നു. പ്രാഥമിക കുറ്റപത്രമാണ് അടുത്ത തിങ്കളാഴ്ചയ്ക്കകം സമർപ്പിക്കുക. ഒക്ടോബർ 29 അറസ്റ്റിലായ ബിനീഷിനെതിരെ 60 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കും. ഇത് തടയാൻ കൂടിയാണ് ED നടപടി. സംസ്ഥാനത്തെ ബാറുകളും കള്ളുഷാപ്പുകളും ഇന്നു മുതൽ തുറക്കാൻ സർക്കാർ ഉത്തരവ്. ബിയർ, വൈൻ പാർലറുകളും തുറക്കും. ക്ലബ്ബുകളിലും മദ്യം വിളമ്പാം. ബെവ്കോ ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തന സമയം രാത്രി 9 വരെയാക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കണം പ്രവർത്തനം. കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് കഴിഞ്ഞ 9 മാസമായി ബാറുകൾ അടഞ്ഞുകിടക്കുകയായിരുന്നു. സിസ്റ്റർ അഭയ കൊലക്കേസിൽ പ്രത്യേക CBI കോടതി ഇന്ന് വിധി പറയും. 1992 മാർച്ച് 27 കോട്ടയം പയസ് 10th കോൺവെന്റിലെ അന്തേവാസിയായ സിസ്റ്റർ അഭയയുടെ മൃതദേഹം കോൺവെന്റിലെ കിണറ്റിൽ കാണപ്പെട്ടത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചെങ്കിലും ആത്മഹത്യയെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു.
സംസ്ഥാനത്ത് ഇന്നലെ 34,847 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 3,423 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 27 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,843 ആയി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 48 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,982 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 359 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 34 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,494 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇതോടെ 60,504 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: മലപ്പുറം 626, കോഴിക്കോട് 507, എറണാകുളം 377, പാലക്കാട് 305, തൃശൂർ 259, ആലപ്പുഴ 242, കൊല്ലം 234, തിരുവനന്തപുരം 222, കോട്ടയം 217, കണ്ണൂർ 159, പത്തനംതിട്ട 112, വയനാട് 65, ഇടുക്കി 55, കാസർഗോഡ് 43. സംസ്ഥാനത്ത് ഇന്നലെ 8 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഇന്നലെ 9 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്ത് ആകെ 457 ഹോട്ട്സ്പോട്ടുകൾ. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് കവയിത്രി സുഗതകുമാരിയെയും കോൺഗ്രസ് നേതാവ് VM സുധീറിനെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുഗതകുമാരി തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയുള്ള ചികിത്സയിലായിരുന്നു. ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ട രോഗിയായതിനാൽ VM സുധീരൻ VIP റൂമിൽ ഡോക്ടർമാരുടെ കർശന നിരീക്ഷണത്തിലാണ്. നിശ പാർട്ടിക്കിടെ ലഹരിമരുന്ന് പിടികൂടിയ വാഗമണിലെ ക്ലിഫിൻ റിസോർട്ട് അടച്ചുപൂട്ടും. കോവിഡ് മാനദണ്ഡം ലംഘിച്ച് പാർട്ടി നടത്തിയതിനെ തുടർന്നാണ് നടപടി. അന്വേഷണത്തിന്റെ ഭാഗമായി റിസോർട്ട് സീൽ വച്ചിരിക്കുകയാണ്. SP-യുടെ റിപ്പോർട്ട് കിട്ടിയാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി. ഫ്രം ജ്യോതി ലാബ്. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ നടത്താനുള്ള അനുമതി നൽകിയതിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. സെൻട്രൽ കൌൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിനെതിരെയാണ് IMS കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ശരത് പവാറും NCPയും NDAയിൽ ചേരണമെന്ന് കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാലെ. NCP അധ്യക്ഷൻ ശരത് പവാറിന്റെ കർഷക നേതാവെന്ന നിലയിലുള്ള പ്രവർത്തന പരിചയം ദേശീയ ജനാധിപത്യ സഖ്യത്തെ സഹായിക്കുമെന്നും രാംദാസ് അത്തേവാലെ പറഞ്ഞു. തമിഴ്നാട്ടിൽ മക്കൾ നീതി മയ്യം അധികാരത്തിലെത്തിയാൽ വീട്ടമ്മമാർ സ്വന്തം വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം ഉറപ്പാക്കുമെന്ന് കമൽഹാസൻ. 2021 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുമെന്നും സംസ്ഥാനത്തെ കർഷകരെ കൃഷി സംരംഭകരാക്കി മാറ്റുമെന്നും അദ്ദേഹം പുറത്തിറക്കിയ ഭരണ സാമ്പത്തിക അജണ്ട വാഗ്ദാനം ചെയ്യുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ സമൃദ്ധി രേഖയിലെത്തിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വാഗ്ദാനം. മുതിർന്ന കോൺഗ്രസ് നേതാവ് മോത്തിലാൽ വോറ അന്തരിച്ചു. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അമിത്ഷാ നടത്തിയ പ്രസംഗം നുണകളുടെ മാലിന്യക്കൂമ്പാരമായിരുന്നുവെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ചതിയന്മാരുടെ പാർട്ടിയാണ് BJP എന്നും രാഷ്ട്രീയത്തിൽ അവർ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നും മമത. UK-യിൽ പുതിയ കോവിഡ് വകഭേദം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയിൽ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചു. ജനുവരി 5 വരെ സംസ്ഥാനത്തെ കോർപ്പറേഷൻ പരിധികളിലാണ് കർഫ്യൂ ഏർപ്പെടുത്തിയത്. രാത്രി 11 മുതൽ പുലർച്ചെ 6 മണിവരെയാണ് നിയന്ത്രണമുള്ളത്. ഇന്ത്യയിൽ ഇന്നലെ 19,141 കോവിഡ് രോഗികൾ. മരണം 300. ഇതോടെ ആകെ മരണം 1,46,145 ആയി. ഇതുവരെ 1,75,422 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 96.35 ലക്ഷം പേർ രോഗമുക്തി നേടി. രാജ്യത്ത് നിലവിൽ 2.9 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 2,834 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 803 പേർക്കും പശ്ചിമബംഗാളിൽ 1,515 പേർക്കും കർണാടകയിൽ 772 പേർക്കും ആന്ധ്രയിൽ 214 പേർക്കും തമിഴ്നാട്ടിൽ 1,071 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 4,76,054 കോവിഡ് രോഗികൾ.
അമേരിക്കയിൽ 1,51,559 പേർക്കും ബ്രസീലിൽ 25,019 പേർക്കും റഷ്യയിൽ 29,350 പേർക്കും ഇംഗ്ലണ്ടിൽ 33,364 പേർക്കും രോഗം ബാധിച്ചു. 8,219 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 1,381 പേരും ബ്രസീലിൽ 518 പേരും ജർമ്മനിയിൽ 533 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 7.76 കോടി കോവിഡ് രോഗികളും 17.07 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന വാർത്താ ഉള്ളടക്കങ്ങൾക്ക് ഗൂഗിളും ഫേസ്ബുക്കും പോലുള്ള സ്ഥാപനങ്ങൾ മാധ്യമങ്ങൾക്ക് പണം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിയമം ന്യായവും നിർണായകവുമാണെന്ന് ഓസ്ട്രേലിയയിലെ കോമ്പറ്റീഷൻ കമ്മീഷന്റെയും കൺസ്യൂമർ കമ്മീഷന്റെയും ചെയർമാനായ റോഡ് സിംസ്. പുതിയ നിയമനിർദ്ദേശങ്ങൾ മാധ്യമ വ്യവസായത്തിന്റെ നിലനിൽപ്പിനും അതിജീവനത്തിനും അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ISLൽ കരുത്തരുടെ പോരാട്ടത്തിൽ ATK മോഹൻ ബഗാനെ ജയം. ബാംഗ്ലൂരു FCയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് ATK മോഹൻ ബഗാൻ തോൽപ്പിച്ചു. 33-ാം മിനിറ്റിൽ ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വില്യംസാണ് ATKയെ മുന്നിലെത്തിച്ചത്. 7 കളിയിൽ 5ാം ജയം നേടിയ ATKയ്ക്ക് 16 പോയിന്റുമായി 2ാം സ്ഥാനത്താണ്. സീസണിൽ ATKയുടെ 5ാം ജയമാണിത്. 7 കളികളിൽ 12 പോയിന്റുള്ള ബാംഗ്ലൂരു 3ാം സ്ഥാനത്ത് തുടരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.